ഇതെന്താ, മിഥുനും ഇവളുടെ ചതിയിൽ കുടുങ്ങിയോ? ഇല്ല. എന്തു തന്നെ ആയാലും അത് സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല. ഇനി അങ്ങനെയായി പോയാൽ എനിക്ക് ബോയ്ഫ്രണ്ടും ആഡംബര ജീവിതവും ഒക്കെ നഷ്ടമാകും. മാത്രമല്ല, ആ രാത്രി ഞാൻ ആ റൂമിൽ ഇല്ലായിരുന്നെന്ന് ദീക്ഷ മിഥുനോട് പറഞ്ഞു കൊടുക്കും. അതെങ്ങാനും മിഥുൻ അറിഞ്ഞാൽ അവൻ എനിക്ക് തരുന്ന ശിക്ഷ മരണത്തേക്കാൾ ഭയാനകമായിരിക്കും. കാരണം ആ ദിവസം താനായിരുന്നു അവന്റെ കൂടെ ഹോട്ടൽ ഇംപീരിയലിൽ ഉണ്ടായിരുന്നതെന്ന് ഞാൻ തന്നെയാണ് അവനോട് പറഞ്ഞത്. ആ രാത്രിയിൽ ദീക്ഷയും വിക്രമും പോയ ശേഷമാണ് അവൾ അവിടെ എത്തിയിരുന്നത്. അപ്പോഴാണ് അവൾക്ക് വളരെ വിലപിടിപ്പുള്ള വിക്രമിന്റെ ആ മോതിരം അവിടെ നിന്ന് കിട്ടിയത്. അവളുടെ ജീവിതത്തിൽ ഇത്രയും വിലയേറിയതൊന്നും അവൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഈ റിങ് ഇത് എവിടെ നിന്നാണ് കിട്ടിയത്? ഇത് വലിയ വിലയുള്ളതായിരിക്കും. ഇതെനിക്ക് എന്റെ ബോയ്ഫ്രണ്ട് തന്നതാണ്. എപ്പോഴെങ്കിലും എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇത് വിറ്റാൻ സമ്പന്നമായി ജീവിക്കാമെന്നും പറഞ്ഞു. എങ്കിൽ പറഞ്ഞോളൂ, എത്ര വില കിട്ടും ഇതിന്? ദിയ കൃത്യതയോടെ തന്നെ അയാൾ അത് വിശ്വസിക്കുമെന്ന് കരുതി പറഞ്ഞു. കടക്കാരൻ അവൾ പറഞ്ഞതൊന്നും വിശ്വസിച്ചില്ല. അയാൾ അവളെ സംശയത്തോടെ നോക്കി. അവളിത് കട്ടെടുത്ത് വന്നതാണെന്ന് അയാൾക്ക് മനസ്സിലായി. ഭയം പതിയെ അവളിലേക്ക് പടർന്നു. അയാൾ ഇനി പോലീസിനെ വിളിക്കുമോ? അവൾ ചിന്തിച്ചു. അങ്ങനെ എങ്ങാനും നടന്നാൽ അതാണ് അവളുടെ അന്ത്യം. പേടിച്ച് അവൾ പെട്ടെന്ന് റിംഗ് തട്ടിയെടുത്തു. അല്ലെങ്കിൽ വേണ്ട, നിങ്ങളുടെ കടയ്ക്ക് ഇതിന്റെ വില തരാൻ കഴിയില്ലെന്ന് തോന്നുന്നു. ഞാൻ വേറെ എവിടെയെങ്കിലും പോകാം. അവൾ അവിടെ നിന്ന് വേഗത്തിൽ ഇറങ്ങി നടന്നു. പക്ഷേ കടക്കാരൻ അപ്പോഴേക്കും പോലീസിനെ വിളിച്ചിട്ടുണ്ടെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. അവൾ ഓട്ടോയിൽ കയറാൻ നോക്കിയതിനിടയിലാണ് ഒരു കിടിലൻ കാറ് അവളുടെ വഴി തടഞ്ഞു. അകത്തുനിന്ന് ക്ലാസി ഡ്രസ് ധരിച്ചൊരു സ്ത്രീ പുറത്തിറങ്ങി. ഹായ് മിസ്, ഞാൻ ഷനായ. നിങ്ങൾ വിൽക്കാൻ ശ്രമിച്ച ഈ റിംഗ് എവിടെ നിന്നാണ് കിട്ടിയത്? ദിയയുടെ ഹൃദയമിടിപ്പ് ഇരട്ടിയായി. ഈ റിംഗ് വലിയൊരു അപകടത്തിലേക്കാണ് അവളെ എത്തിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായി. സോറി, ഈ റിംഗ് ഞാൻ മോഷ്ടിച്ചതല്ല. ഞാൻ ആ രാത്രി ഹോട്ടൽ ഇംപീരിയൽ ഒരു റൂമിൽ കണ്ടപ്പോൾ എടുത്തതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഞാൻ തരാം. പക്ഷേ ദയവായി എന്നെ ദ്രോഹിക്കരുത്. ആ റിംഗ് ദിയ മോഷ്ടിച്ചതല്ലേ? ആ രാത്രിയിൽ ഹോട്ടൽ ഇംപീരിയലിൽ സംഭവിച്ചത് എന്തായിരുന്നു? ദീക്ഷ റൂമിലെത്തിയത് എങ്ങനെ? ഈ റിംഗിന്റെ പിന്നിലെ രഹസ്യം എന്താണ്? വാ, ഇവിടെ ഇരി. അതേസമയം ദീക്ഷ കൃഷ്ണകുമാറിൻ്റെ അടുത്ത് ശാന്തമായിരുന്നു. അമ്മയെ കണ്ടെത്തുന്നതുവരെ അവനെ സഹിക്കേണ്ടി വരുമെന്ന് അവർക്കറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ തിരിച്ചൊന്നും പറയാതെ അവൾ കാറിൽ കയറി. ഒരു ചിതാഭസ്മം അവളെ കാണിച്ചു. അത് കണ്ട ദീക്ഷയുടെ മുഖം പെട്ടെന്ന് വിളറി വെളുത്തു. ഞാൻ പറയുന്നത് ചെയ്യില്ലെങ്കിൽ ഈ ചിതാഭസ്മം നിന്റെ അടുത്തത് അമ്മയുടേതായിരിക്കും. തന്റെ കാര്യം നടക്കാൻ അവളോട് ഇത്രയും പറഞ്ഞാൽ മതിയെന്ന് അയാൾക്കറിയാമായിരുന്നു. നിങ്ങൾ പറഞ്ഞ പ്രകാരം ഞാൻ വിവാഹം കഴിച്ചു. ഇനിയും എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? നിന്റെ ഭർത്താവിനോട് പറയണം, നിന്നെ ആക്രമിച്ച ഗുണ്ടകളെ കണ്ടെത്താൻ എനിക്ക് നൽകിയ 24 മണിക്കൂറിന്റെ സമയം കഴിഞ്ഞു. എനിക്കവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇപ്പോൾ എനിക്ക് ഭയമാകുന്നു. അവൻ എൻ്റെ നേരെ നടപടിയെടുക്കും. ഈ വിഷയം ഇവിടെ നിർത്താൻ പറയണം അവനോട്. അല്ലെങ്കിലും നിനക്കൊന്നും സംഭവിച്ചിട്ടൊന്നും ഇല്ലല്ലോ. നീ വിവാഹം കഴിഞ്ഞതുകൊണ്ട് എന്നിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് നിനക്ക് മനുഷ്യരിൽ തന്നെയുള്ള വിശ്വാസം കളയുന്ന രീതി. നിന്റെ അമ്മയെ സുരക്ഷിതമായി വേണമെങ്കിൽ ഞാൻ പറയുന്നത് പോലെ തന്നെ നീ ചെയ്യണം. നിന്നെ കൈകാര്യം ചെയ്യും.
ദിയ, മിഥുൻ നിന്റെ കൂടെയുണ്ടോ? ഹാ, ഇത്രയെല്ലാം കഴിഞ്ഞിട്ടും ഇപ്പോഴും മിഥുനെ അന്വേഷിച്ചു വിളിക്കാൻ നിനക്ക് നാണമില്ലേ? നിങ്ങൾ അതെ, ഇതാണ് എന്റെ യഥാർത്ഥ മുഖം. എനിക്കെന്റെ കാലിൽ നിൽക്കാനും കഴിയൂ. ഇതെല്ലാം നോക്കിയിട്ട് ഒപ്പുവെക്കൂ. എന്താണിത്? നമ്മുടെ വിവാഹം 100 പിറ്റേന്ന് രാവിലെ ദിവസത്തേക്കുള്ള ഒരു കോൺട്രാക്റ്റ് ആണ്. വിവാഹ കോൺട്രാക്റ്റോ? എനിക്കൊന്നും മനസ്സിലായില്ല. അതെ, ഇതിൽ അങ്ങനെ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. നിനക്കും ദീക്ഷയെ വിവാഹ ചടങ്ങുകൾക്കായി വിക്രമിന്റെ അമ്മ ഇന്ദിര അവളുടെ വീട്ടിലേക്ക് അയച്ചു. മറുവശത്ത് രാഘവ്, നീ ആരാണെന്നറിയാതെ ആരോ രാഘവിന്റെ തലയ്ക്ക് പിന്നിൽ നിന്ന് ഭയങ്കരമായി അടിച്ചു. അത് മറ്റാരുമായിരുന്നില്ല, വീൽചെയറിൽ ഇരിക്കുകയായിരുന്ന വിക്രം തന്നെയായിരുന്നു. അവൻ രാഘവിൽ നിന്ന് ദീക്ഷയെ രക്ഷപ്പെടുത്തി അവളെ തിരിച്ചു വീട്ടിൽ കൊണ്ടുവന്നു. പക്ഷേ ദീക്ഷ വിക്രമിന്റെ ബെഡ്റൂമിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ വിക്രമിന്റെ വിശ്വസ്തനായ മധു അവളെ തടഞ്ഞു. നീ അകത്തേക്ക് പോകരുത്. അത് മുകളിൽ നിന്നുള്ള ഉത്തരവാണ്. നീ അവന്റെ ബെഡ്റൂമിൽ പ്രവേശിക്കരുത്. ഇനി ഒരിക്കലും അതേ മുറിയിലേക്ക് പോകാൻ പാടില്ലെന്ന് കേട്ടപ്പോൾ ദീക്ഷയുടെ കോപത്തിന് അതിരില്ലാതായി. അവൾ തടയാനാകാതെ കർശനമായ ശബ്ദത്തിൽ പറഞ്ഞു, ശരി, ഞാൻ പോകുന്നില്ല. ഇത്രയും ക്രൂരനായ അയാളുടെ കൂടെ ഒരേ മുറിയിൽ താമസിക്കാൻ ആരായിരിക്കും ദീക്ഷയെ വിളിച്ചത്? വിക്രം എന്തിനായിരിക്കും തന്റെ മുഖം മറച്ച് ഒരു കോൺട്രാക്ട് വിവാഹം ചെയ്തത്? ഈ കഥയുടെ ബാക്കി അറിയാൻ കാണുക കൂടെ. ഡൗൺലോഡ് പോക്കറ്റ് FM ആപ്പ്, ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ. അതു പറഞ്ഞിട്ട് ദീക്ഷ ഓർത്തുപോയി. അവരുടെ വിവാഹം 100 ദിവസത്തെ കരാറിന്റെ ഭാഗമായിരുന്നു. ദീക്ഷയുടെ വാക്കുകൾ കേട്ട മിഥുൻ ഉടൻ തന്നെ മധുവിനെ വിളിച്ച് കാര്യം പറഞ്ഞു. കൃഷ്ണകുമാരനെതിരെയുള്ള നീക്കം വേണ്ടെന്ന് പറഞ്ഞു. അവന്റെ വാക്കുകേട്ട ദീക്ഷ സന്തോഷിച്ചു. അമ്മ ഇനി സുരക്ഷിതയായെന്ന് ഉറപ്പുവന്നു. വിക്രമിനോട് അവൾ ആകർഷിതയായി പോവുകയാണെന്ന് മനസ്സിലാക്കി അവൾ ദേഷ്യത്തോടെ അവിടെ നിന്നും പോയി. എത്ര തവണ പറഞ്ഞാലും നീ എന്തിനാണ് എന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ നിന്നെ മിസ് ചെയ്യുന്നു. എനിക്കൊരു സുഖമില്ല. നിനക്കൊന്ന് വരാമോ? സുഖമില്ലെങ്കിൽ ഡോക്ടറെ കാണൂ. ഞാൻ എന്തിനാണ് വരുന്നത്? അവൻ വരില്ലെന്ന് ദിയക്കറിയാമായിരുന്നു. ഒടുവിൽ അവൾ പറഞ്ഞു, മിഥുൻ, നിനക്കോർമ്മയില്ലേ, എന്റെ ജീവൻ പണയപ്പെടുത്തിയാണ് അന്ന് നിന്നെ ഞാൻ രക്ഷിച്ചത്. അതിനുശേഷം എനിക്ക് എന്നും അസുഖമാണ്. വീണ്ടും വീണ്ടും പനി വരുന്നു. ഇന്നും പനിയുണ്ടെനിക്ക്. ദിയയുടെ ഈ വാക്കുകൾ കേട്ട് മിഥുൻ വേറെ വഴിയില്ലായിരുന്നു. അന്ന് അവളാണ് തന്റെ ജീവൻ രക്ഷിച്ചത് എന്ന വിശ്വാസം ഇപ്പോഴും അവനിലുണ്ടായിരുന്നു. അവൻ പോകാൻ തീരുമാനിച്ചു. എവിടെയാണ് വരേണ്ടതെന്ന് അവൻ അവളോട് ചോദിച്ചു. ഹോട്ടൽ പേളിൽ റൂം 501 വരാൻ അവൾ പറഞ്ഞു. ഹലോ ഡോക്ടർ മോഹിത്. ദീക്ഷ, നമുക്ക് പെട്ടെന്നൊന്ന് ഹോട്ടൽ പേളിലേക്ക് പോകേണ്ടി വരും. നമ്മുടെ സ്ഥിരം രോഗിയായ വർമ്മ സാർ അവിടെയുണ്ട്. ഗുരുതരമായ നിലയിലാണ്. അക്യുപങ്ക്ചർ ഇഞ്ചക്ഷൻ കൊടുക്കാൻ നീ അല്ലാതെ മറ്റാരുമില്ല. അതുകൊണ്ട് നീയും എന്നോടൊപ്പം വരണം. ശരി ഡോക്ടർ മോഹിത്, ഞാൻ ഉടൻ തന്നെ അവിടെ എത്താം. ദീക്ഷ തന്റെ ജോലിയിൽ അത്യന്തം സമർപ്പിതയായ വ്യക്തിയായിരുന്നു. ആരുടെ സഹായവും സ്വീകരിക്കാൻ അവൾ ഇഷ്ടപ്പെടാറില്ല. ഈ ജോലി മാത്രമാണ് അവളുടെ ജീവിതമാർഗം. അതേസമയം അവളുടെ ഭർത്താവ് വിക്രമും ദിയയും ആ ഹോട്ടലിൽ തന്നെ ഉണ്ടെന്ന് അവൾക്കറിയില്ലായിരുന്നു. ദീക്ഷ
അതുല്യമായ കഴിവുള്ള ഒരു തെറാപ്പിസ്റ്റ് ആയിരുന്നു. ഇഞ്ചക്ഷൻ നൽകിയപ്പോൾ അയാളുടെ അവസ്ഥ മെച്ചപ്പെട്ടിരുന്നു. പക്ഷേ അടുത്ത് എന്താണ് സംഭവിക്കാനിരിക്കുന്നതെന്ന് അവൾക്കറിയില്ലായിരുന്നു. അപ്പോൾ തന്നെ മിഥുൻ അവളെ ഡോക്ടർ മോഹിത്തിനൊപ്പം കണ്ടു. നീ ഇവിടെ, അതും ഇത്ര വൈകിട്ട്, ഇയാളുടെ കൂടെ എന്താണ് ചെയ്യുന്നത്? എല്ലാവരും ഒരേ ഉദ്ദേശത്തോടെ അല്ല ഇവിടെ വരുന്നത്. ഞാൻ ജോലി കാര്യത്തിലാണ് വന്നത്. നീ കരുതുന്നത് പോലെ ഒന്നുമല്ല. അവളുടെ മനസ്സ് തകർന്നുപോയി. ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് അവൻ അവളുടെ കയ്യിൽ നിന്നുള്ള ഭക്ഷണം സന്തോഷത്തോടെ കഴിച്ചു. ഇപ്പോൾ അവൻ ദിയയോടൊപ്പം. ദീക്ഷയുടെ മനസ്സിൽ വിഷമവും കോപവും നിറഞ്ഞിരുന്നു. എന്നാൽ അതിനെക്കുറിച്ച് ചോദിക്കാൻ അവൾക്ക് അവകാശമില്ലെന്ന് അവൾ അറിയുകയും ചെയ്തു. ഡോക്ടർ മോഹിത്തും ദിയയും ഒറ്റ നിമിഷം ഒന്നും മനസ്സിലാവാതെ നിന്നു. മിഥുൻ ദീക്ഷയെക്കുറിച്ച് ഇങ്ങനെ വിഷമിക്കുന്നത് എന്തിന്? അവർക്കൊന്നും മനസ്സിലായില്ല. ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് FM ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.